Hi, good morning, everybody. Today, I would like to talk about good manners in speaking. ഇംഗ്ലീഷിനെ സംബന്ധിച്ച ഒരു ലാംഗ്വേജിനൊരു കൾച്ചറുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് അതിൽ വ്യാപകമായിട്ട് ഇംഗ്ലീഷ് കൾച്ചറിലുള്ളതാണ്. രാവിലെ നമ്മൾ ഒരാളെ കാണുമ്പോൾ 12 മണി വരെയുള്ള സമയത്തിന് നമ്മൾ എന്ത് പറയണം? അത് എപ്പോഴും ഗുഡ് മോർണിംഗ് ആണ്. ഇനി അടുത്ത 12 മണി മുതൽ 4 മണി വരെയുള്ള സമയം, 4 തികയുന്നില്ല വരെയുള്ള സമയം, അത് ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. പിന്നെ 4 മണി മുതൽ വൈകുന്നേരം മുഴുവൻ നമ്മൾ ഗുഡ് ഈവനിങ് ആണ്. ചിലർ കുറച്ച് രാത്രിയായാൽ ഗുഡ് നൈറ്റ് പറയാമെന്ന് കരുതുന്നുണ്ട്. അത് തെറ്റാണ്, പറയരുത്. നമ്മൾ രാത്രിയിൽ എന്തെങ്കിലും കോൺവെർസേഷനോ പാർട്ടിയോ പ്രോഗ്രാമോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഒരാളോട് നമ്മുടെ ഹോസ്റ്റിനോട് നമുക്ക് എന്ത് പറയാം? ഗുഡ് നൈറ്റ് പറയാം. അതല്ലെങ്കിൽ അതാണ് ഗുഡ് നൈറ്റ്. രാത്രി നമ്മൾ എവിടുന്നേലും തിരിച്ചു വരുമ്പോൾ അവിടെ ആരോട് നമ്മൾ സംസാരിച്ചു വന്ന ആളിനോടാണ് ഗുഡ് നൈറ്റ് പറയേണ്ടത്. ഓക്കെ. ഇനിയും അടുത്ത ഒരു കാര്യം, നമ്മൾ ഈ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ടൈം നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ? അപ്പോൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് നമ്മുടെ സീനിയേഴ്സിനോട്, അല്ലെങ്കിൽ അതുപോലെ റെസ്പോൺസിബിൾ ഒരു ഓഫീസറാണ്, ഒരു ഓഫീസിൽ ചെന്നിട്ട് ഒരു ഓഫീസറോട്, അങ്ങനെയുള്ള കുറച്ചുകൂടെ ലെവൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് മാത്രം പറയാതെ നമ്മൾ പറയേണ്ടത് ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുക. ഇത് വളരെ നല്ലതാണ്. ചിലരിപ്പം തർക്കിക്കും, അത് സർ വേണ്ട. അല്ല, അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ തെറ്റൊന്നുമില്ല. അപ്പം അമേരിക്കയിലൊന്നും സാർ എന്നൊന്നും പറയുകയില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. എന്നാൽ പറയുന്നതായിട്ട് ഞാൻ പല പ്രാവശ്യം നേരിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഓഫീസേഴ്സിനോട് പറയുമ്പോൾ, ഒരു ലേഡി ആണെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, മാഡം എന്ന് ഫുൾ പറയണമെന്നല്ല, മാം. നമ്മുടെ പ്രൊനൗൺസിയേഷൻ കുറച്ച് നന്നാക്കാൻ ശ്രദ്ധിക്കണം. ഗുഡ് മോർണിംഗ് മാം ഇതാണ് പറയേണ്ടത്. ഗുഡ് മോർണിംഗ് സർ. പക്ഷേ ഗുഡ് മോർണിംഗ് വെറുതെ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ് ഒരു ശക്കലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പഠിക്കുക. അപ്പം ഗുഡ് മോർണിംഗ് സർ, ആ ആൾ പകരം നമ്മളോട് ഗുഡ് മോർണിംഗ് സർ തന്നെ, അല്ല ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് ടു യു, ഹൗ ആർ യു എന്നൊക്കെ കോൺവെർസേഷനിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടം നമ്മൾ ഫസ്റ്റ് തിങ്, ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആഫ്റ്റർനൂണിലാണ് ഗുഡ് ആഫ്റ്റർനൂൺ മാം, അല്ല ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഈവനിങ്ങിലാണ് ഗുഡ് ഈവനിങ് മാം, അല്ല ഗുഡ് ഈവനിങ് സർ. ഇൻ്റർവ്യൂകളിലാണെങ്കിലും നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യണം. എൻ്റെ അനുഭവത്തിൽ പലരും വലിയ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണേലും ഈ ഒരു സംഭവം കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന റൂമിൽ വാതിൽ വെറുതെ അങ്ങ് ഇടിച്ച് തുറന്ന് കയറുക, അത് കഴിഞ്ഞ് നേരെ സീറ്റിലോട്ട് പോയി ഇരിക്കുക, ഒരു ഗുഡ് മോർണിംഗ് ഒന്നും പറയാതെ തന്നെ ഇൻ്റർവ്യൂവിന് തുടങ്ങാനുള്ള അല്ല ഗുഡ് മോർണിംഗ് ഒരിക്കലും ഇൻ്റർവ്യൂവിലാണ് ഗുഡ് മോർണിംഗ് സർ, അല്ലെ ഗുഡ് മോർണിംഗ് മാം, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ നമ്മുടെ ഒരു സീനിയർ ഓഫീസറായിരിക്കും, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാകാം. അപ്പം പുള്ളി തിരിച്ച് നമ്മളോട് പറയുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? പലരും പറയുന്ന ഐ ആം ഫൈൻ, ഫൈൻ ഇച്ചിരി നീട്ടിയെടുക്കാം. ഐ ആം ഫൈൻ, താങ്ക് യു സർ. ഇത് മസ്റ്റായിട്ട് പറഞ്ഞാൽ ഇതിവിടെ ആരും ചെയ്യുന്നില്ല. ഞാൻ പൊതുവെ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ലിയോടാണെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, തിരിച്ച് നമ്മളോട് ഗുഡ് മോർണിംഗ് ടു യു, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ, താങ്ക് യു മാം, ഇതാണ് പറയേണ്ടത്. അത്രയും ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ അടുത്ത ഇമ്പോർട്ടൻ്റായിട്ട് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ആൻഡ് പ്ലീസ്, ഫോർ മോർ ഇൻഫർമേഷൻ ഫോർ ക്ലാസ്സസ്, spoken English classes, you can contact Global Links IELTS Academy, Pala. The phone number is 9656032877. Thank you. Bye.